തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൈക്കൂലി വാങ്ങിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പി രാജേന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ലണ്ടനിൽ വെച്ച് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ വാർത്തകളൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ മറ്റേ ആദ്യം ഷിബിലി രണ്ടാമത് ചോദിച്ചതിനെ കുറിച്ച് പറയാം. അത് ആര്യ രാജേന്ദ്രൻ പോയൊരു അവാർഡ് മേടിച്ചതാണ്. ഷിബിലി, ഞാനൊരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് എത്തിയിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ഹോമിയോ ഡോക്ടറുണ്ട്. അദ്ദേഹവും ഞാനും കൂടി ഒരു ഹോമിയോ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഫോട്ടോ വെച്ചേക്കാണ്. മനസ്സിലായോ? ആ വലിയ ഫോട്ടോ വെച്ചേക്കണ കണ്ടപ്പോൾ നമ്മൾ ആകെ അമ്പരന്ന് പോയി. കാരണം അതിനകത്ത് താഴെ എഴുതി വെച്ചേക്കണെന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള അവാർഡാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഏത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോമിയോ ഡോക്ടർ അവാർഡ് കൊടുത്തേക്കണ ഏതാണെന്നറിയാമോ? ഏതോ ഒരു ചെറിയ വായനശാലയാണ് കൊടുത്തത്. അപ്പോൾ ആകെയുള്ള സംഭവം എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഹോമിയോ ഡോക്ടർ പറയുന്നതാണ്, ഒന്നുമില്ല, പുള്ളി 1 ലക്ഷം രൂപ കൊടുത്തു, അതാണ് എന്ത് ചെയ്തേക്കണം, പുള്ളിക്ക് അവാർഡ് കൊടുത്തേക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഈ അവാർഡിൻ്റെ മറ്റ് ചിത്രങ്ങൾ നോക്കുമ്പോൾ അടുത്ത സംഭവം എന്താണെന്നറിയോ? എല്ലാവരും ഭയങ്കര അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണം, സ്ത്രീകളൊക്കെ. അപ്പോൾ എന്താ സംഭവം എന്നറിയോ ഷിബിലിയത്? എന്താ? ഒരു കല്യാണം നടക്കണമായിരുന്നു. ആ കല്യാണം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞ് ഞങ്ങളൊരു ജസ്റ്റ് ഒരു 15 മിനിറ്റ് എന്ത് ചെയ്തോട്ടെ, കാരണം അല്ലെങ്കിൽ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആളുകളെല്ലാം ഇരിക്കുന്നു, ഇയാൾക്കൊരു അവാർഡ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, അവിടെ വെച്ചൊരു സ്റ്റേജ് മാനേജ് ഷോ. പക്ഷെ അങ്ങനെ നടത്തിക്കൊണ്ടൊരു ഗുണമുണ്ടായി. എന്താണെന്നറിയാമോ? ആ കല്യാണം നടത്തുന്ന വീട്ടുകാർക്ക് എന്തോ ചെറിയ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്നില്ല, അല്ലാതെ മറ്റേ വന്നവർക്ക് മുഴുവൻ കാശ് കൊടുക്കേണ്ടി വന്നില്ലെന്നാണ് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെയുള്ള നിരവധി തട്ടിപ്പ് തരികിട പണികൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും, നടക്കും. ഇനി ഷിബിലി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാലഘട്ടം മണി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് ഷിബിലി ഒരു 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ഡോക്ടറേറ്റ് കിട്ടും, നമുക്ക് ഡോക്ടറേറ്റ് കിട്ടും. 60,000 കൊടുത്തൊരു ഡോക്ടറേറ്റ് കിട്ടും. കൊളംബോ യൂണിവേഴ്സിറ്റി ചെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ 1 ലക്ഷം രൂപ കൊടുത്താൽ ആഘോഷമായിട്ട് തരും. ഏത്? നിങ്ങൾക്ക് അവാർഡ് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ മതിയെങ്കിൽ എന്ത് ചെയ്താൽ മതി, 60,000 രൂപ കൊടുത്താൽ. അതിങ്ങനെയുള്ള പല ഉടായ്പും ഉണ്ട്. ആ ഉടായ്പിൻ്റെ ചെറിയൊരു ഉടായ്പാണ് ഇത്. ഈ പറയുന്ന ട്രിവാൻഡ്രം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ കാണിച്ചേക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ നേരത്തെ പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KM മാണി ചെന്ന് ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് മെമ്പർമാരെല്ലാം നിരന്നിരിക്കുന്നു, എന്നിട്ട് KM മാണിയുടെ സംഭാഷണം കേൾക്കുന്നതാണ്. KM മാണി എങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചാലുണ്ടല്ല, അന്ന് അവർ ആ ബ്രിട്ടൻ വിട്ടു, അല്ലെങ്കിൽ KM മാണിയെ അപ്പം തന്നെ പാക്ക് ചെയ്യും. കാരണം ഒന്നാമതൊരു ഇംഗ്ലീഷ്, അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ആക്സെൻ്റ് ഉണ്ട്. ആ ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് സംസാരിക്കാൻ അവരോട് ചെയ്തിട്ട്? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഷിബിലി ബ്രിട്ടീഷ് പാർലമെൻറ്റിനകത്തുള്ള ചില ഹോളുകൾ വാടകയ്ക്ക് കിട്ടും. ഷിബിലിയുടെ ഇടയിൽ കാശുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ കാശിനൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിനു വേണ്ടി ഒരു താല്പര്യവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ കാശ് കൊടുത്തിട്ട് ആ സാധനം എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം, അവിടെയുള്ള കുറച്ച് ആളുകളെ എന്താണ്, കുറച്ച് മറ്റേ ഈ പ്രാഞ്ചിയേട്ടന്മാരെയൊക്കെ വിളിച്ച് കൂട്ടുക, എന്നിട്ട് അവർക്കൊരു ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഞായറാഴ്ച നമുക്കൊരു അവാർഡ് തരും. അതിന് നമുക്ക് വേണമെങ്കിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന വേറെ എന്തെങ്കിലും തേങ്ങയൊക്കെ ഇട്ട് വിളിക്കാം. സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം, ഈ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, ഓഡിറ്റ് ജനറലിൻ്റെയൊക്കെ റിപ്പോർട്ടുണ്ട് ഷിബിലി. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളോ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഒന്നും വായിക്കാനുള്ള സമയമില്ല. ആ സമയമുണ്ട് അടുത്ത് അത് പഠിച്ചാലുണ്ടല്ലോ ഷിബിലി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തിച്ചു പോകും. ഞാൻ ഇപ്പോൾ എത്രയോ പറയുന്നുള്ളൂ, അതിന് കുറച്ച് പുറത്തേക്ക് വരും. ചില ആളുകളുടെയൊക്കെ കയ്യിലുണ്ടത് ആ പറയുന്നത്. കാരണം വെച്ചാൽ ഈ ഓഡിറ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടെത്തിയേക്കുന്ന അഴിമതികളുണ്ട്, മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കലൈശ്വരം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റിനെ കുറിച്ച് തെലങ്കാനയിൽ പറഞ്ഞല്ലോ, 1,46,000 കോടി രൂപയുടെ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് ബാഹുബലി പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിലൊക്കെ ഈ പറയുന്ന പോലെ ഓഡിറ്റ് ചെയ്യുന്നവർ അത്ഭുതപ്പെട്ടു കൂടെ. കാരണം എന്താ വെച്ചാൽ 88,000 കോടി രൂപ ആദ്യം ഇതിനെ ഉണ്ടായുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, ഡബിൾ ആവുകയാണ്. 60,000 കോടി കൂടി കൂട്ടുകയാണ്. എന്ത് ഒരു പ്രൊജക്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്തപ്പോൾ റിവൈസ് ചെയ്തപ്പോൾ, ഒരു പ്രൊജക്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ ഷിബിലി ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. അതിപ്പോൾ 1 കോടി രൂപയുടെ വീടാണ്. അത് ചിലപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ 1,20,00,000, അല്ലാതെ അത് ഒറ്റടിക്ക് 2 കോടിയാവുമോ? 2 കോടിയായാലും അത് ആ പ്രൊജക്റ്റ് അല്ല. കാരണം ആ പ്രൊജക്റ്റിന് പകരം വേറെ പ്രൊജക്റ്റ് ഉണ്ടാക്കേണ്ടതാണ്. ഇനി അതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഓഡിറ്റ് ജനറൽ റിപ്പോർട്ട്, ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം
5400 കോടി രൂപ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ അത്രയൊന്നുമില്ല, കാരണം ഇവിടുത്തെ ബഡ്ജറ്റ് കുറവാണ്. പക്ഷെ അതേപോലെ തന്നെയുള്ള നിരവധി പരിപാടികൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രിവാൻഡ്രം കോർപ്പറേഷനകത്ത് കണ്ടെത്താൻ പറ്റും. ഇന്നിപ്പോൾ BJPയുടെ നേതൃത്വത്തിലായിട്ട് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ നഗരസഭയിൽ ഫണ്ട് തിരിമറി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എത്രയോ ആരോപണങ്ങൾ കേട്ടു. അവിടുത്തെ നഗരസഭയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിലേക്ക് ആളെ എടുക്കുന്നതിന് ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തല്ലോ, അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതി നമുക്കറിയാമല്ലോ. എന്നിട്ട് കത്ത് വ്യാജമാണെന്ന് പറഞ്ഞു, പിന്നെ ശരിയാണെന്ന് പറഞ്ഞു. കത്ത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കമ്പ്യൂട്ടർ, അവിടുത്തെ CPU കൂടി എടുത്തിട്ട് പോയി. പക്ഷേ എന്നിട്ട് ഇതുവരെ അന്വേഷണം നടത്തി പൂർത്തിയായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള അഴിമതിയുടെ കൂത്തരങ്ങാണ് അവിടെ, മനസ്സിലായേ? ആ കൂത്തരങ്ങിൽ നിന്ന് പാവം ഈ പറയുന്ന പോലെ രാജേന്ദ്രൻ നോക്കിയപ്പോൾ എല്ലാവരും വികസിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജേന്ദ്രൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ചെറിയ കള്ളനാണ് രാജേന്ദ്രൻ. പക്ഷേ പാവം TV പ്രസാദിൻ്റെ അടുത്ത് പെട്ടു. എനിക്ക് TV പ്രസാദിനോടൊക്കെ പറയാനുള്ളത്, TV പ്രസാദ് ഈ കൊച്ചു ആളുകളൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി വലിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ്. ഏത് റിപ്പോർട്ടർ ചാനലിലെ TV പ്രസാദിനോട്. TV പ്രസാദ് നല്ല റിപ്പോർട്ടറാണ്, നല്ല ലേഖകനാണ്. ഈ പറയുന്ന മറ്റേ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായപ്പോൾ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ളതാണ്. റിപ്പോർട്ടറിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ B രാജേന്ദ്രനൊന്നും വെറുതെ വിടണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ അന്വേഷിച്ചാൽ പ്രസാദൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിനും വലുത് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ B രാജേന്ദ്രൻ എന്ത് ചെയ്തതെന്ന് അറിയോ ഷിബിലി? എന്താണ്? 12 ലക്ഷം രൂപയുടെ 20-25 ഫാമിലി ഉള്ള അങ്ങോട്ടൊരു 12 ലക്ഷം രൂപ കൊടുത്തൊരു റോഡ് പണിയാൻ തീരുമാനിച്ചു. ആ റോഡ് പണിയാൻ തീരുമാനിച്ചപ്പോൾ ആ റോഡ് പണിയുന്നതിന് ഈ വീട്ടുകാരുടെ എല്ലാ കാശ് തന്നെ ഒന്ന് തോന്നുന്നു. എത്രയെന്ന് അറിയോ? 1 ലക്ഷം രൂപ. എല്ലാവരും കൂടി പിഴിച്ച് 1 ലക്ഷം രൂപ. 10% എത്തിയിട്ടില്ല, ഏതാണ്ട് 8.5% വരുന്ന കാശ് എന്ത് ചെയ്യണം, പുള്ളിക്ക് കൊടുക്കുന്നതാണ്. അതിൻ്റെ എല്ലാവരും കൂടി പിരിച്ചെന്ത് ചെയ്തു? 30,000 രൂപ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് പ്രസാദ് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കൗൺസിലറുടെ ഗതിയാണ്. പ്രസാദ് പറയാം, ഞാൻ ഇവിടുത്തെ കോമ്പൗണ്ടിലുള്ള ഒരാളാണ്, തൊട്ടപ്പുറത്തെ പറമ്പാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇയാൾ നേരെ ഓടിച്ചെല്ലണേ പാവം. അപ്പോൾ നിങ്ങൾക്ക് 30,000 രൂപ എന്നുണ്ടല്ലോ, ഇനി എത്ര കൂടി തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം, 45,000 രൂപ മതി എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തോട് പുള്ളി ചോദിച്ചത്, പക്ഷേ അതിൽ നിന്ന് പുള്ളി വിട്ടുപോയി ചെയ്ത് 75,000 മതി. വളരെ വിശാല ഹൃദയനാണ് പുള്ളി. 75,000 മതി എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ പ്രസാദ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ എണ്ണിയിട്ട്, കാരണം പുള്ളി ക്യാമറ ഉണ്ടല്ലോ, എണ്ണിയിട്ട് നേരെ 5,000 രൂപ കൊടുത്തു. ബാലൻസ് തരാമെന്ന് പറഞ്ഞാൽ പുള്ളി സന്തോഷമായിട്ട് ജയിക്കാനും കൊടുത്ത് ഒരു സ്കൂട്ടറിന് ചീറിപ്പാഞ്ഞ് പോണേ. പിന്നെ ഒരു മുഴുവൻ സമയ കൗൺസിലർ ആണെങ്കിൽ അയാൾക്ക് ഒരിക്കലും അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. 2,500 3,000 രൂപയാണ്. നേരത്തെ അത് 1,500 ആയിരുന്നു. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ഈ രാജേന്ദ്രനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുള്ള വകുപ്പുള്ള ഒരാളല്ല. അയാളിപ്പോൾ 5,000 രൂപ കിട്ടിയപ്പോൾ തന്നെ അയാൾ ചാടിത്തുള്ളി സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പ്രസാദ് വിളിച്ചപ്പോൾ തന്നെ അയാൾ പറഞ്ഞു 5 മിനിറ്റ് ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് പുള്ളി ഷർട്ടിനെയൊക്കെ ബട്ടൺസ് പോലും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നേരെ ഒരു സ്കൂട്ടർ എടുത്ത് ചീറിപ്പാഞ്ഞ് എന്ത് ചെയ്തു പാവം അങ്ങോട്ട് വന്ന് 5,000 രൂപ മേടിച്ചിട്ട് ഇന്നിപ്പോൾ CPM ഉടനടി പുള്ളിക്കാരനെ പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ച് കളയരുത് കൈക്കൂലി മേടിച്ചു തരാമെന്ന്. അതല്ല, പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയതാണ്. കൈക്കൂലി മേടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യണം, ചീത്തപ്പേരുണ്ടാക്കി. ഞാൻ ഈ വേറൊരു സ്ഥലം ഇപ്പം ഞാൻ പറയുന്നില്ല, പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട്, അതിനൊരു കോർപ്പറേഷനിൽ ഞാൻ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തപ്പോൾ ശിവലി അവിടെ ഒരു കൊല്ലം മേടിക്കുന്ന എത്ര 5 കോടി രൂപയുടെ പുൽത്തൈലും 5 കോടി രൂപയുടെ ആ 5 കോടി രൂപയുടെ പുൽത്തൈലം വിൽക്കുന്ന ഒരാൾ പോലും അയാളെ കാണേണ്ടതാണ്. കറുത്ത് നല്ല തടിച്ചിട്ട് നല്ല ഒരു തമിഴ്നാട്ടുകാരൻ, മറ്റേ കയ്യിൽ ഈ പറഞ്ഞ പോലെ കയറിനേക്കാൾ വലിയൊരു ചെയിനൊക്കെ ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ വന്നിരിക്കും. എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം എന്താണെന്ന് അറിയാമോ, ഈ 5 കോടി അയാൾക്ക് കിട്ടുന്നില്ല. അതാണ് ഈ റെസ്പെക്റ്റിൻ്റെ കാര്യം. അപ്പം ഇതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഷിബിലി, യഥാർത്ഥത്തിൽ ഞാനത് ചെയ്യണമെന്ന് വെച്ചാണ് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ പല കോർപ്പറേഷനുകളുടെയും ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ വെറുതെ അത് മാത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കൊരു 25 എപ്പിസോഡ് അഴിമതിക്കഥകൾ ചെയ്യാനുള്ള വകുപ്പുകൾ കിട്ടും. പിന്നെ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിച്ചു പോരുന്നിട്ട് ആര്യ രാജേന്ദ്രനാണ് എന്നുള്ളതൊന്നും എന്ത് ചെയ്യരുത്. ആര്യ രാജേന്ദ്രനേക്ക്
സത്യത്തിൽ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരെന്തും പ്രചരിപ്പിച്ച് കളയും ഗംഭീരമായിട്ട്. എങ്ങനെയാണെന്നറിയോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, സാധാരണക്കാരൻ വിചാരിക്കണം ഓ ഇത്ര ഉദാരമനസ്കരാണ് CPM. കണ്ട ഒരു മേയറെ പുതിയ ആൾ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? എന്താണ്? ബാക്ക് സീറ്റിലേക്ക് സ്റ്റിയറിംഗ് എടുത്ത് മാറ്റിയാൽ എളുപ്പമാണ്. ഫ്രണ്ടിൽ പുള്ളിക്കാരി തന്നെ ഇരിക്കും, ബാക്ക് സീറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഓടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കോർപ്പറേഷനിൽ കിടക്കുന്ന വലിയ ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത് ഷിബിലോട്, CLR കാഷ്വൽ ലേബേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് അവരെ എല്ലാ ദിവസവും വേക്കൻസി അനുസരിച്ച് വിളിക്കുകയാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ. അപ്പോൾ അയാളാണ് ഈ സോണിലേക്ക് ഇത്ര പഠിക്കോ, ഈ സോണിലേക്ക് ഇത്ര പഠിക്കോ എന്ന് പറയണം. മനസ്സിലായ? സത്യത്തിൽ ഷിബിലി അറിയേണ്ടത്, ഷിബിലിക്ക് ഒരു മാസം 15 ദിവസം വർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അയാൾ ഷിബിലിക്ക് എന്ത് ചെയ്യും, 25 ദിവസത്തെ വഴി എഴുതരും. അപ്പോൾ ഷിബിലിക്ക് എന്ത് കിട്ടും? 25 ദിവസം വർക്ക് കിട്ടുമല്ല, 20 ദിവസത്തെ കാശ് കയ്യിൽ തരും, ബാക്കി പുള്ളിക്ക് കൊടുക്കണം. എത്രയാണ് തൊഴിലാളികൾ എന്നറിയോ? 150-200 പേരുണ്ടാവും. 200 പേരുടെ 5 ദിവസം കഴിഞ്ഞ് ഷിബിലി ഒന്ന് കണക്കൂട്ടി നോക്കി. 1000 ദിവസത്തെ മാൻ പവർ ഒരു ദിവസം എന്ത് ചെയ്യാണ്? ഒരു മാസം 1000 പേർക്ക് 1000 രൂപ വെച്ചുള്ള കൂലി എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയുന്നത് എത്ര രൂപയാണെന്നറിയൂ? എത്ര രൂപയായി? 10 ലക്ഷം രൂപയായി. ഇതെന്ത് ചെയ്യാണ് കിട്ടുകയാണ്? പിന്നെ വേസ്റ്റിൻ്റെ പുറത്ത് മണ്ണടിക്കൽ. ഈ മണ്ണൊക്കെ ആരെങ്കിലും അളക്കുന്നുണ്ടോ? ഷിബിലി വേസ്റ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്തോളൂ? പോകാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഗവൺമെൻറ്റിനേക്കാൾ തന്നെ ഇപ്പോൾ കോർപ്പറേഷനൊക്കെ എനിക്ക് വേണമെങ്കിൽ 25-30 കോടി രൂപയുള്ള കൊച്ചു കോർപ്പറേഷനൊക്കെ ഇതുപോലെയുള്ള ബഡ്ജറ്റാണ്. എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതകളോടെ ഉണ്ട്. ആ സാധ്യതകൾ കണ്ട് കൈമേയ് മറന്നുപോയ മറ്റേ രാജേന്ദ്രനും ഗജേന്ദ്രനും ഒക്കെ എന്ത് ചെയ്യും? ഇനി ഈ രാജേന്ദ്രനെ കുറിച്ച് വേറൊരു ആരോപണമുണ്ട്, ഞാൻ നേരത്തെ കേട്ടതാണ്. ഇതുപോലെ കൃത്യമായിട്ട് അന്വേഷിച്ച രാജേന്ദ്രൻ തൊട്ടപ്പുറത്തെ ഏതോ വാർഡിൽ പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അവിടെ ചതുപ്പ് നിലം മേടിച്ചിട്ടിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൗൺസിലേഴ്സൊക്കെ കൂടി തന്നെ മറച്ചു വെക്കുന്നുണ്ടെന്നാണ് ഇന്നിപ്പോൾ ചാനലിൻ്റെ ചർച്ചയിൽ VV രാജേഷ് പറയുന്നത്. അതായത് 2 ലക്ഷം രൂപ സ്ഥലം മേടിച്ചിട്ട് 5 ലക്ഷം രൂപ ഇവനെ വെപ്പിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അറിയണത് ഈ ചതുപ്പ് നിലത്ത് വീട് പണിയാൻ പറ്റില്ല, ലാസ്റ്റ് പൈലടിക്കുന്നതിന് വേണ്ടി മാത്രം അവൻ 10 ലക്ഷം രൂപ എന്ത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ CPM വളർന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മുകളിലുള്ള അഴിമതി താഴേക്ക് വന്ന് താഴേക്ക് കൂടി വന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജേന്ദ്രനിലെത്തി. അതാണ് ഇതിൻ്റെ വാസ്തവം. ഇതൊന്നും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ച് കളയരുത്. ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റം വികൃതമായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ ബാക്കി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളാരും പറഞ്ഞു പോയത്, ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടൊന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു മിനിമം 25-50 എപ്പിസോഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതൊന്നും ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടാ, ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ മോളിൽ മാത്രമല്ല ഉള്ളത്, എവിടെയൊക്കെ ഉണ്ട്? താഴേക്കിടയിലുണ്ട്. അതായത് കോർപ്പറേഷനിലൊക്കെ വളരെ കൃത്യമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും BJP ഒക്കെ തമ്മിൽ. പിന്നെ ഈ നേരത്തെ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ആക്കിയ പാർട്ടി CPM ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൈകൂപ്പി തൊടും, ഗംഭീരമാണെന്നൊക്കെ വിചാരിക്കും. ഇതുപോലെയുള്ള പല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മുടെ ലോകായുക്തയായിരുന്ന സിറിയക് ജോസഫ് ഉണ്ട്. അദ്ദേഹം കർണാടകയിൽ ജഡ്ജിയായിരുന്നു, ഹൈക്കോടതിയിൽ. കർണാടക ഹൈക്കോടതി ജഡ്ജിയായിട്ട് അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. സുപ്രീം കോടതി വിളിച്ചു, കമോൺ വാന്ന് പറഞ്ഞു, വന്നിരിക്കുന്നു പറഞ്ഞു. 2 കൊല്ലം എനിക്ക് കൃത്യ ഓർമ്മയില്ല, ഇപ്പോൾ 2 കൊല്ലത്തെ പുള്ളി അവിടെ ജഡ്ജിയായിട്ടിരുന്നു, 2-3 കൊല്ലം. ഈ 3 കൊല്ലം കൊണ്ട് എത്ര കേസ് വിധിച്ചെന്ന് ചോദിച്ചു. തമാശ എന്താണെന്ന് അറിയോ പുള്ളി? ഒരു കേസും പുള്ളി വിധിക്കൂല. കേസ് കേൾക്കും, കേസ് ഇങ്ങനെ പോയിക്കും. ലാസ്റ്റ് പുള്ളിയോട് പറയും, താൻ ഇതേവരെ കേട്ടിട്ടുള്ള ഈ വിചാരണ നടത്തിയിട്ടുള്ള കേസുകൾ കേട്ടിട്ടുള്ളതിലെല്ലാം വിധി നടത്തിയിട്ട് അപ്പോയിൻമെൻറ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഇവിടെ നിന്നൊരു പരാതി എന്നിരുന്നു. അപ്പോൾ അതിനെ പരിഹരിച്ചിട്ട് വേണം അപ്പോയിൻമെൻറ്റ് ഇവിടെ സുപ്രീം കോടതിയിലേക്ക് എടുക്കാൻ മതി. പുള്ളി നേരെ ഫ്ലൈറ്റ് കയറി തിരിച്ചു വന്നു. എന്ത് ചെയ്യുന്നറിയോ? 16 കേസ് ഒരു ദിവസം ജഡ്ജിമെൻ്റാണ്. ഒരു വീഡിയോ ഷിബിലി അറിയേണ്ടത് ഒരു 10-15 മിനിറ്റുള്ള വീഡിയോ, ഒരു ഗഹനമായിട്ടുള്ള വീഡിയോ എടുക്കാൻ മിനിമം നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, എഫേർട്ട് ചെയ്യേണ്ടി വരും. നമ്മളത് രാത്രി ഇടുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ രാത്രി ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു 155 പേജുള്ള ഒരു ജഡ്ജിമെൻ്റ് എഴുതാൻ, ഒരു ജഡ്ജിമെൻ്റ് എഴുതാൻ എത്ര സമയം വേണ്ടി വരും? 16 ജഡ്ജിമെൻറ്റുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ടിക്കിങ് വിട്ട്. പിറ്റേ ദിവസം മനോരമയിൽ വാർത്ത എന്താണെന്നറിയാമോ?
ചരിത്രമായി സിറിയക് ജോസഫ്. ഹൈക്കോടതികളുടെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ജഡ്ജിമെൻറ്റ്. നമ്മുടെ മനോരമ വായിക്കുന്ന ആളുകളൊക്കെ കോൾമയർ കൊള്ളുന്നത് കണ്ടോ നമ്മുടെ സിറിയക് ജോസഫ് മലയാളി ഇത്ര തകർപ്പന. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തും എങ്ങനെയും എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. ഒന്ന് ഒരു ശരിക്കും സത്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ വി ആർ കൃഷ്ണയ്യർക്ക് ഉള്ള സമയത്താണെന്ന് തന്നെ എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇത് വായിച്ചിട്ട് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും അദ്ദേഹം. കാരണം ഒരു ജഡ്ജിമെൻ്റ് ഒരു ദിവസം ഈ നമ്മൾ കാണുന്നത് ഹൈക്കോടതി കൂടുന്നത് 10-11 മണിക്കാണ്. അതിനുശേഷം വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ ഒരു വീട്ടിൽ പോകും. പക്ഷെ അവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം ഹെർക്കുലി ടാസ്ക്കാണ്. കാരണം ഇതെല്ലാം പരിശോധിക്കണം, ഒരു ജാമ്യം കൊടുക്കണമെങ്കിൽ പോലും വിധി എഴുതണം, അതിൽ കറക്റ്റായിട്ടുള്ള ഇതുണ്ടാകണം എന്നൊക്കെ പറയുന്ന സമയത്താണ് ഷിബിലി അറിയേണ്ടത് 16 ജഡ്ജിമെൻറ്റുകൾ. എന്നിട്ട് അതിനെക്കുറിച്ച് അപ്രീസിയേറ്റ് ചെയ്ത് അഭിനന്ദന പ്രവാഹവുമായി മനോരമ. ശരിക്കും പിറ്റേ ദിവസം പുള്ളിക്ക് പിന്നെ കോളൊക്കെ പുള്ളി സാധാരണക്കാരൊക്കെ പുള്ളിയെ കാണുമ്പോഴത്തേക്ക് കണ്ട എത്ര ബ്രില്യൻ്റ് ആണ്. 16 എണ്ണം പുള്ളി എന്ത് ചെയ്തു. ഇതെന്താ പണ്ണുകടി മത്സരമോ? അതായത് എന്ത് ഒരു പെണ്ണ് 2 പെണ്ണ് 25 പെണ്ണ് 25 ഇഡ്ഡലി 150 ഇഡ്ഡലി മറ്റേ അതിലെ ഈ പെരുന്നെല്ലി മറ്റേ മുരളി പെരുന്നെല്ലി മറ്റേ എഴുതിയ പോലെ മണലൂരിലെ മുരളി പെരുന്നെല്ലി മറ്റേ പറഞ്ഞല്ല ഹോട്ട് ഡോഗ് മറ്റേ ചത്ത പട്ടിയാണെന്ന് പറഞ്ഞാൽ 64 പട്ടി കഴിച്ച് ജപ്പാൻകാരൻ ഒന്നാമതെത്തി എന്താ പറയുക ഹോട്ട് ഡോഗാണ്. മുരളി പെരുന്നെല്ലി ദേശാഭിമാനി വായിച്ചപ്പോൾ ദേശാഭിമാനി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? ചത്ത പട്ടികളെന്നാണ്. ഇത് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ വിഭവമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കുണ്ടായില്ല. ഇത് വായിച്ച് മുരളി പെരുന്നെല്ലി വന്നിട്ട് മറ്റേ നിയമസഭയിൽ എന്ന് പറയണേ സാർ അമേരിക്കക്കാർക്ക് വലിയ ദാരിദ്ര്യത്തിലാണ് സാർ, അവരെ ചത്ത പട്ടികളാണ് തിന്നുന്നത് സാർ. എന്താണ് ഹോട്ട് ഡോഗ് തീറ്റ മത്സരം? ഏത് ജൂലൈ 4 മറ്റേ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അവിടെ എല്ലാ കൊല്ലവും നടത്താറുണ്ട് ഹോട്ട് ഡോഗ് തീറ്റ. ആ ഹോട്ട് ഡോഗ് തീറ്റ മത്സരമാണ്. ആ തീറ്റ മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരാളെ വെട്ടിച്ച് വേറൊരാളെ മുമ്പിൽ കയറി. കറക്റ്റ് കണക്കൊക്കെ ഞാൻ വേറെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല. അതിനെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പം മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന കേരളത്തിലൊരു MLA ഈ ദേശാഭിമാനി അങ്ങനെ തന്നെ വിഴുങ്ങിയെങ്കിൽ പിന്നെ മനോരമ വിഴുങ്ങുന്ന എത്ര പേരുണ്ടാവും? ശരി, മനോരമയിൽ വന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന എത്രയോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും നടക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാർ വരും. അവിടെ എന്ത് ചെയ്യും? ഭരണം കുട്ടിച്ചോറാകും, കുളമാകും.